വീണ്ടും ഭഗവാന്റെ വിശേഷങ്ങൾ പറയാം. അതിനു മുമ്പ് ഇതെനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം കൂടി ഞാനിവിടെ പറയാം. പലപ്പോഴും നമ്മൾ വിശിഷ്ട വ്യക്തികളായിട്ടുള്ളവർ, സമൂഹത്തിൽ ഇതിലുയർന്ന നിലയിലുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ നമ്മൾ തിരുപ്പതി, ഗുരുവായൂർ അതുപോലെയുള്ള മഹാക്ഷേത്രങ്ങൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊന്നും ക്യൂ നിൽക്കാതെ തൊഴാൻ പറ്റാറുണ്ട് അല്ലേ? അവിടുത്തെ അധികൃതർ VIP കളാണ്, അവർ വരുമ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഇതിനെക്കുറിച്ച് പലരുടെയും അഭിപ്രായം നെഗറ്റീവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അതെന്താ, സാധാരണക്കാർക്കൊന്നും പറ്റില്ല, ഭഗവാൻ അപ്പം VIP എന്നുള്ള വേർതിരിവുണ്ട്, അതുകൊണ്ടാണ് കാശുള്ളവർക്ക് എന്തുമാവാം, പൈസയുടെ ഹുങ്കാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ കാണുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരോട് ഞാൻ പറയാറുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാം, അതിൽ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് തിരിച്ചു ചിന്തിച്ചൂടെ? അവർക്ക് ആ ഒരു പൊസിഷൻ ഈ ജന്മം കൊടുത്തതും അവർക്ക് അങ്ങനെ ഒരു ഈസി ആയിട്ട് ഭഗവാനെ തൊഴാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തതും അങ്ങനെ ഒരു യോഗം ഉണ്ടാക്കി കൊടുത്തതും ഇതേ ഭഗവാനല്ലേ? അപ്പോൾ നമ്മൾക്കും അതുപോലെയുള്ളൊരവസ്ഥ ഉണ്ടാക്കി തരാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൂടെ? അതല്ലേ കുറച്ചുകൂടി ബെറ്റർ? നമ്മൾ എന്തിനാ അതിന് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അവരങ്ങനെ തൊഴുതെങ്കിൽ അതവർക്ക് ഭഗവാൻ കൊടുത്ത ഭാഗ്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതിൽ നമ്മൾ അത്ര നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുരുവായൂർ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു. ഞാനിങ്ങനെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എത്ര പുണ്യം ചെയ്ത, എത്രയോ ജന്മങ്ങളിലെ പുണ്യമാണ്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി ആ ക്ഷേത്രം ത്തിലുള്ള മറ്റു എല്ലാം മാറ്റി നിർത്തി അദ്ദേഹത്തിന് മാത്രം ഒറ്റയ്ക്ക് കയറി കാണാനുള്ളൊരു അവസ്ഥ വന്നത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട്, ആ ഒരു യോഗം അദ്ദേഹത്തിന് കൊടുത്തത് കൊണ്ടാണ് ഭഗവാൻ, അല്ലേ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാനോട്, ഭഗവാൻ എനിക്കൊന്ന് അതുപോലെ ആഗ്രഹമുണ്ട്, എനിക്കൊന്ന്, ഞാനൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. തൊഴുതിട്ടുമുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല, നന്നായിട്ട് തൊഴുതിട്ടുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഞാനതിനെ ഒരുപാട് ജന്മങ്ങളിലെ സുഹൃതമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച 25-ാം തീയതി ആയിരുന്നു ശയന ഏകാദശി. ഭഗവാൻ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 4 മാസക്കാലം അറിയാലോ, പ്രപഞ്ചം കാത്തു സൂക്ഷിക്കുന്നത് മഹാദേവനും ദേവിയും വിഘ്നേശ്വരനും അവരെല്ലാവരും കൂടിയാണ്. ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് പുള്ളി. പക്ഷേ ഭഗവാന്റെ യോഗനിദ്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ യോഗനിദ്രയിലാണെങ്കിൽ കൂടി അദ്ദേഹം ഈ പ്രപഞ്ചത്തിലെ സകല അണുവിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോ അണുവിനെയും ശ്രദ്ധിച്ചിട്ടാണ് ആ യോഗനിദ്ര. നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ ഉറങ്ങുന്ന പോലെ കൂർക്കം വലിച്ചുള്ള ഉറക്കമൊന്നുമല്ല ഭഗവാൻ ഉറങ്ങുന്നത്. അതായത് ഭഗവാൻ ശരിക്കും ഈ സമയത്ത് നിർഗുണമായിട്ട് ഉള്ള അവസ്ഥയിലാണ്. നിർഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞു, ഒരു ഗുണവും ഇല്ലാത്തതെന്നല്ല അർത്ഥം, എല്ലാ ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള ആളാണ് ഭഗവാൻ. ആ അവസ്ഥയിൽ നിന്ന് ഭഗവാൻ എപ്പോഴാണോ സഗുണ അവസ്ഥ അല്ലെങ്കിൽ സഗുണ ഭാവം ഭഗവാന് വരുന്നത്, അപ്പോഴാണ് ഭഗവാൻ പ്രപഞ്ച സൃഷ്ടിക്ക് ഒരുങ്ങുന്നത്. അമ്മയുടെ പൊക്കിൾക്കൊടിയിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാവുന്നത് പോലെയാണ് ഭഗവാന്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവ് ഉണ്ടാകുന്നതും. ബാക്കി നമുക്കറിയാലോ കഥ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ആദിശേഷന്റെ അല്ലെങ്കിൽ അനന്തന്റെ മുകളിലാണ് ഭഗവാൻ ഈ യോഗനിദ്രയിൽ കിടക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും പ്രളയത്തിലാണ്ട് പോകുന്ന സമയത്തായാലും ശേഷിക്കുന്നത്, അതാണ് ആദിശേഷൻ എന്നുള്ള വാക്ക് തന്നെ, ശേഷിക്കുന്നത് ഈ പറഞ്ഞ അനന്തനും ഭഗവാനും മാത്രമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് അടുത്ത 4 മാസക്കാലാണ്. നവംബർ 20, അതായത് കാർത്തിക മാസത്തിലെ ഉദ്ധാന ഏകാദശിക്കാണ് ഇനി ഭഗവാൻ ഉണർന്നെണീക്കുക. അതിനിടയിൽ ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെയും വ്രതങ്ങളോടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ഭഗവാന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.